ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യവും എന്ന് വെച്ചാൽ യെശയ്യാപ്രവചനം 10-ാം അധ്യായം 27-ാം വാക്യം വായിക്കുന്നു. അന്നാളിൽ അവൻ്റെ ചുമട് നിന്റെ തോളിൽ നിന്നും അവൻ്റെ നുകം നിന്റെ കഴുത്തിൽ നിന്നും നീങ്ങിപ്പോകും. പുഷ്ടി നിമിത്തം നുകം തകരും. അപ്പൊ തോളയിലും കഴുത്തേലും വലിയ നുകം ഇരിക്കുക, അടിമയായി കിടക്കുക. എന്നാൽ പുഷ്ടി വ്യാപരിച്ചാൽ, പുഷ്ടി എന്ന വാക്കിന് അഭിഷേകം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അഭിഷേകം വെളിപ്പെടുമ്പോൾ ഈ നുകങ്ങൾ തകരും. അന്നാളിൽ അവൻ്റെ ചുമട് നിന്റെ തോളിൽ നിന്ന് പോകും. അവൻ്റെ നുകം നിന്റെ കഴുത്തേൽ വെക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ശത്രു നിന്റെ മേൽ വെച്ച ചില നുകങ്ങളെ തകർക്കുവാൻ, ഓർക്കുക, മസിൽ പവറിന്റെ മുമ്പിലോ നിന്റെ കഴിവിനോ നിന്റെ വിദ്യാഭ്യാസത്തിന് മുമ്പിലോ നുകം തകരത്തില്ല. നുകം തകർക്കപ്പെടണമെങ്കിൽ അഭിഷേകം പ്രാപിച്ചേ പറ്റൂ. അഭിഷേകത്തിന് മുമ്പിൽ ഏൽപ്പിച്ചു കൊടുത്തേ പറ്റൂ. തിരുത്തപ്പെടേണ്ടത് തിരുത്തപ്പെടുവാൻ ഏൽപ്പിച്ചു കൊടുത്തേ മതിയാകൂ.